بسم الله الرحمن الرحيم. قالوا ما أخلفنا موعدك بملكنا ولكننا حملنا أوزارا من زينة القوم فقذفناها فكذلك ألقى السامري فأخرج لهم عجلا جسدا له خوار فقالوا هذا إلهكم وإله موسى فنسي أفلا يرون ألا يرجع إليهم قولا ولا يملك لهم ضرا ولا نفعا. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1008 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 87 മുതൽ 89 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا ما أخلفنا موعدك بملكنا ولكننا حملنا أوزارا من زينة القوم فقذفناها فكذلك ألقى السامري فأخرج لهم عجلا جسدا له خوار فقالوا هذا إلهكم وإله موسى فنسي أفلا يرون ألا يرجع إليهم قولا ولا يملك لهم ضرا ولا نفعا. صدق الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ 87 മുതൽ 89 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാം തൂർ പർവ്വതത്തിന്റെ വലതുഭാഗത്ത് അള്ളാഹു നേരത്തെ നിശ്ചയിച്ചു നൽകിയിരുന്ന ആ സ്ഥലവും സമയവും ഒക്കെ പാലിച്ചുകൊണ്ട് കൂടിക്കാഴ്ചക്ക് എത്തിയ ഘട്ടത്തിലാണ് അള്ളാഹു മൂസ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നത്, എന്താണ് മൂസ നീ ഇത്ര ധൃതിയിൽ ഇങ്ങ് പോന്നു കളഞ്ഞത്? നിന്റെ ആളുകൾ കൂടെ എത്തുന്നതിന് മുമ്പായിട്ട് എന്നതായിരുന്നു അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ച കാര്യം. അള്ളാഹുമായുള്ള ആ നിശ്ചയം അതിന്റെ സമയവും സ്ഥലവും തെറ്റിക്കാതെ കൃത്യമായിട്ട് തന്നെ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് താൻ ഒരൽപ്പം ധൃതിയിൽ വന്നിട്ടുള്ളത് എന്ന കാര്യം മൂസ അലൈഹി ഇസ്ലാം അറിയിക്കുകയുണ്ടായി. തന്റെ അനുയായികൾ ബനൂ ഇസ്രായേൽ അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് ചെങ്കടൽ കടന്ന് എത്തിയ മുഴുവൻ ആളുകളും തന്റെ പുറകിലായി തന്നെ ഉണ്ട് എന്നാണ് മൂസ അലൈഹി ഇസ്ലാം അതിനോട് ചേർത്ത് പറഞ്ഞത്. അള്ളാഹു ആ സന്ദർഭത്തിൽ മൂസ അലൈഹി ഇസ്ലാമിനെ അറിയിക്കുകയാണ്, അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തില് അദ്ദേഹത്തിന്റെ പുറകിലായി മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ ജനത അള്ളാഹുവിന്റെ ഒരു പരീക്ഷണത്തിന് വിധേയരായി. ആ പരീക്ഷണത്തിൽ അവര് വലിയ പരാജയവും നേരിട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നത്. മൂസ അലൈഹി ഇസ്ലാം ഈ കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് അറിഞ്ഞ് ആ മനോവിഷമത്തിലും വലിയ ക്രോധത്തോടു കൂടിയും ഒക്കെയാണ്, വലിയ മനോവിഷമത്തിലും
ദേഷ്യം ഒക്കെ അനുഭവപ്പെടുന്ന അവസ്ഥയിലുമാണ് തന്റെ ജനതയുടെ അടുക്കലേക്ക് തിരികെ എത്തുന്നത്. അദ്ദേഹം അവരോട് വലിയ വിഷമത്തിലും സങ്കടത്തിലും ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്, യാ ഖൗമി അലം യഅദുകും റബ്ബുക്കും വഅദൻ ഹസന. എന്ത് പറ്റി കൂട്ടരെ നിങ്ങൾക്ക്? നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ, ഏറ്റവും ചാരുതയാർന്ന കാര്യങ്ങളായിരുന്നില്ലേ വാഗ്ദാനം ചെയ്തിരുന്നത്? അഫതആല അലൈക്കുമുൽ അഹ്ദു, കാലം വല്ലാതെ നീണ്ടുപോയോ? അമറത്തും അൻ യഹില്ല അലൈക്കും ഗളബും മിർ റബ്ബിക്കും, അതല്ല നിങ്ങളുടെ റബ്ബിന്റെ കോപം നിങ്ങളുടെ മേൽ പതിക്കട്ടെ എന്ന് തന്നെ നിങ്ങൾ തീരുമാനിച്ചതായിരുന്നു. ഫഅഖ്ലഫ്തും മൗഇദി, അതുകൊണ്ടാണോ ഞാനുമായുള്ള നിശ്ചയങ്ങളെ നിങ്ങൾ ലംഘിച്ചു കളഞ്ഞത് എന്നതാണ് മൂസ അലൈഹി ഇസ്ലാം അവരോട് ചോദിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ ദൂതൻ എന്നുള്ള നിലക്ക് ബനൂ ഇസ്രായേൽ സമൂഹത്തെ ഈജിപ്തിൽ നിന്ന്, അവരുടെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് കൊണ്ടുവന്ന ആ ഘട്ടത്തില് അവര് അംഗീകരിച്ച് പിന്തുടർന്നു വരുന്ന പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരായിരുന്നു. അങ്ങനെയുള്ളൊരു അനുസരണ കരാറാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് അവര് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഔപചാരികമായി അങ്ങനെ ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ ദൂതനായി അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുന്നതോടുകൂടി, അദ്ദേഹത്തിനെ ഇത്തിബാഅ് ചെയ്യാൻ സന്നദ്ധരാകുന്നതോടുകൂടി അങ്ങനെ ഒരു ഇത് പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. പക്ഷെ ഇപ്പോ അവര് അത് ലംഘിച്ചിരിക്കുകയാണ്. രണ്ട് കാരണങ്ങളാണ് സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുണ്ടാവുക. ഒന്നുകിൽ അവരുടെ ദൈവികമായ വാഗ്ദാനങ്ങൾ പുലർന്നു കാണുന്നതിന് ഒരുപാട് നീണ്ടുപോയി, ഒരുപാട് വൈകിപ്പോയി, കാലം ഒരുപാട് എടുത്തു എന്നൊരു കാര്യം പറയാം. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപം അവരുടെ മേൽ പതിച്ചോട്ടെ, അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു. ഇതിൽ ഏതായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്ത് ന്യായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നാണ് മൂസ അലൈഹിസ്സലാം തന്റെ ജനതയോട് അങ്ങേയറ്റത്തെ മനപ്രയാസത്തോടും കോപത്തോടും കൂടി ചോദിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രകൃതം തന്നെ അല്പം കടുപ്പമുള്ള, എളുപ്പത്തില് ദേഷ്യം പ്രത്യക്ഷപ്പെടുന്ന, പ്രകടമാവുന്ന ഒരു പ്രകൃതമുള്ള ഒരാൾ കൂടിയാണ് മൂസ അലൈഹി ഇസ്ലാം എന്നാണ് പല വിവരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അത് അന്യായമായ, അനവസരത്തിലുള്ള കോപമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. കോപവും മനുഷ്യന്റെ വികാരം തന്നെയാണ്. ആവശ്യമുള്ളിടത്ത് അത് പ്രയോഗിക്കപ്പെടേണ്ടതും തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരുപക്ഷെ മൂസ അലൈഹി ഇസ്ലാം തന്റെ അനുയായികളോട് എപ്പോഴെങ്കിലുമൊക്കെ കോപിക്കേണ്ടി വരികയാണെങ്കിൽ അതിന് ഏറ്റവും ന്യായമായിട്ടുള്ള കാരണമാണ് ഇപ്പോ സംഭവിച്ചിട്ടുള്ളത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ അസാന്നിധ്യത്തില് അവര് അദ്ദേഹത്തിന്റെ പരിശീലനവും വേണ്ട ബുദ്ധിപരമായ പിൻബലവും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആ സമൂഹം ഏകദൈവ വിശ്വാസത്തിന്റെ കടയ്ക്കല് തന്നെ കത്തിവെച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോ സ്വീകരിക്കുകയുണ്ടായിട്ടുള്ളത്. അത് മൂസ അലൈഹി ഇസ്ലാമിനെ കോപാകുലനാക്കുന്നു എന്നത്, അദ്ദേഹത്തെ അങ്ങേയറ്റത്തെ വിഷമം ഉള്ളവനാക്കി മാറ്റുന്നു എന്നത് വലിയ അത്ഭുതമൊന്നും അടങ്ങിയ ഒരു കാര്യമല്ല. അത് സ്വാഭാവികമായിട്ട് തന്നെ സംഭവിക്കാൻ ഇടയുള്ള ഒരു പ്രതികരണമാണ്. ഈ ഒരു ചോദ്യത്തിന്റെ മുന്നിലാണ് ബനൂ ഇസ്രായേൽ സമൂഹം മൂസ അലൈഹി ഇസ്ലാമിനോട് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ള മറുപടി നൽകുന്നത്. ഖാലു, ബനൂ ഇസ്രായേൽ സമൂഹം മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ ജനത ഇങ്ങനെയാണ് പറയുകയുണ്ടായത്. മാ അഖ്ലഫ്ന മൗഇദക ബിമൽക്കിന,
മൂസേ, നമ്മള് നിന്നെ സ്വേച്ഛയാൽ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് നീയുമായുള്ള ഉടമ്പടികൾ അങ്ങ് ലംഘിച്ചതല്ല. ഞങ്ങൾ സ്വന്തം നിലക്ക് ലംഘിച്ചതല്ല താങ്കളുമായിട്ടുള്ള ഉടമ്പടികൾ. താങ്കളുമായുള്ള മൗഇദ് ഞങ്ങള് പാലിക്കാതെ അതിൽ വീഴ്ച വരുത്തി ആ മൗഇദിന്റെ നിബന്ധനകളൊക്കെ തെറ്റിച്ചു കളഞ്ഞത് ഞങ്ങൾ ഉദ്ദേശപൂർവം ചെയ്തതല്ല. മൽക്കിന എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അതിനാണ് മാലിക്കും മലക്ക തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ വരുന്നത്. ഉടമപ്പെടുത്തുക, അധികാരമുള്ളവനാവുക എന്നൊക്കെയാണ് അർത്ഥം. ഞങ്ങള് സ്വന്തം അധികാരവും സ്വന്തം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും വിനിയോഗിച്ചുകൊണ്ട് സ്വമേധയാ താങ്കളോടുള്ള ഈ ഉടമ്പടി ലംഘിക്കുകയായിരുന്നില്ല. അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. ഖാലു, അവർ പറഞ്ഞത് എങ്ങനെയാണ്? മാ അഖ്ലഫ്നാ മൗഇദക, താങ്കളുമായുള്ള ഞങ്ങളുടെ ഉടമ്പടിയെ ഞങ്ങൾ ലംഘിക്കുകയായിരുന്നില്ല. മൽക്കിന, ഞങ്ങളുടെ അധികാരത്തിൽ പെടുന്ന ഒരു കാര്യം എന്നുള്ള നിലക്ക്. ഞങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് ചോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വമേധയാ അങ്ങനെ ഒരു അനുസരണക്കേട് കാണിക്കുക എന്നതോ അല്ലെങ്കിൽ കാണിക്കാതിരിക്കുക എന്നതോ ഒന്നും ഒരു വിഷയമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഞങ്ങള് സ്വന്തം ഇച്ഛപ്രകാരം സ്വമേധയാ താങ്കളുമായുള്ള ആ ഉടമ്പടിയോ കരാറോ ഒക്കെ അനുസരണ പ്രതിജ്ഞയോ ഒക്കെ ലംഘിക്കുകയായിരുന്നില്ല. വലാഖിന്ന, മറിച്ച് സംഭവിച്ചത് ഇങ്ങനെയാണ്. ഹുമ്മിൽന ഔസാറം മിൻ സീനത്തിൽ ഖൗം, നമ്മുടെ ആളുകളുടെയൊക്കെ അലങ്കാരങ്ങളുടെ ആഭരണങ്ങളുടെ ഒക്കെ ഭാരം, അതിൻ്റെയൊക്കെ ഭാരം വലിയ ഭാണ്ഡങ്ങളായിട്ട് നമ്മൾ ചുമക്കേണ്ടി വന്നതായിരുന്നല്ലോ. ഇതാണ് അവർ പറയുന്ന കാര്യം. അതിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഒരു ദിവസം, ഒരു രാത്രി, ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ മുഴുവൻ ആളുകളും മൂസ അലൈഹി ഇസ്ലാമിനെ പിന്തുണക്കുന്ന, അദ്ദേഹത്തെ അള്ളാഹുവിന്റെ ദൂതനായിട്ട് അംഗീകരിക്കാൻ സന്നദ്ധരായ ഈജിപ്തിലെ മറ്റാളുകളും ഒക്കെ തന്നെ രാത്രിക്ക് രാത്രി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് പലായനം ചെയ്ത് സുരക്ഷിതമായ ഒരിടത്തേക്ക് പോകണം എന്നതായിരുന്നു അള്ളാഹുവിന്റെ നിർദ്ദേശം. അതിന്റെ ഭാഗമായിട്ട് ബനൂ ഇസ്രായേൽ സമൂഹം ചെയ്തൊരു കാര്യം, അവരുടെ വിലപിടിപ്പുള്ള സ്വത്തുക്കളൊക്കെ തന്നെ അവര് സാധിക്കുന്നിടത്തോളം കൂടെ കരുതുകയും ചെയ്യുന്നു എന്നതാണ്. കാരണം അവര് മറ്റൊരു ദേശത്തേക്ക് പോവുകയാണ്. അങ്ങനെ പലായനം ചെയ്തു പോകുമ്പോൾ സാധ്യമാകുന്നിടത്തോളം അവരുടെ വിലപിടിപ്പുള്ള സമ്പത്തുക്കൾ കയ്യിൽ കരുതുന്ന ഒരു കാര്യം അവർക്ക് വരുന്ന ആളുകളിൽ ഉപകരിക്കുന്നതാകും എന്നാണ് അവര് കരുതുന്നത്, അല്ലെങ്കിൽ കരുതിയത്. അപ്പോ അതിന്റെ ഭാഗമായിട്ട്, അങ്ങനെയുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് ബനൂ ഇസ്രായേൽ സമൂഹം അവരുടെ കുടുംബാംഗങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും ഒക്കെ ശേഖരിച്ച് കൊണ്ടുപോകാം എന്ന് വെച്ചു. അവയൊക്കെ തന്നെ ഭാണ്ഡങ്ങളാക്കി അവർ പേറിക്കൊണ്ടു പോവുകയാണ്. മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈജിപ്തിലെ ഖിബ്തി വംശജരും ഈജിപ്തിലെ ഇതര ജനവിഭാഗങ്ങളും ഒക്കെ വളരെയേറെ ആഭരണങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്ന, ആഭരണങ്ങൾ അണിഞ്ഞിരുന്ന ഒരു സംസ്കാരമുള്ള ആളുകളായിരുന്നു. ഈജിപ്ത് വാസക്കാലത്ത് ബനൂ ഇസ്രായേൽ സമൂഹവും ആ ഒരു സംസ്കാരത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. ആഭരണ ഭ്രമം, ധാരാളം സ്വർണ്ണാഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കി അണിയുക എന്നത് അവരുടെ ഒരു സംസ്കാരം തന്നെയായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഈജിപ്ത് വിട്ടു പോകേണ്ടി വരുന്ന ആ ഘട്ടത്തില് അവര് വീടുകളില് അതുപോലെ അവരുടെ ദേഹത്തൊക്കെ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ
അവ മുഴുവനായിട്ടും ശേഖരിച്ച് ഭാണ്ഡങ്ങളാക്കി അവരിൽ പലരും അത് പേറിക്കൊണ്ടാണ് പോകുന്നത് എന്നാണ് വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബൈബിളിന്റെ ചില വിവരണങ്ങൾ ഒന്ന് രണ്ട് പടി കൂടി കടന്ന വിധത്തിലാണുള്ളത്. ഒരു വിവരണ പ്രകാരം ബനൂ ഇസ്രായേൽ സമൂഹം അവിടുന്ന് ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്ത് പോകാൻ നിശ്ചയിച്ച തലേന്ന് അവരുടെ അയൽവാസികളിൽ നിന്നൊക്കെ പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് അവരുടെ സ്വർണം, വെള്ളി, ആഭരണങ്ങളൊക്കെ അവർ കൈക്കലാക്കി. വായ്പ വാങ്ങുന്നു എന്നുള്ള നിലക്ക് അവര് അവയൊക്കെ സംഘടിപ്പിച്ച്, എന്നിട്ട് അതൊക്കെ അയൽവാസികളും അവർക്ക് പരിചയമുള്ള ആളുകളും അവരിൽ നിന്നൊക്കെ സ്വർണവും വെള്ളിയും ഒക്കെ ശേഖരിച്ച് വായ്പയായിട്ടൊക്കെ വാങ്ങിയിട്ട് രായ്ക്ക് രാമാനം അവര് ആ ഉരുപ്പടികളുമായിട്ട് കടന്നു കളയുകയായിരുന്നു എന്നാണ് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ബനൂ ഇസ്രായേൽ സമൂഹം ഈജിപ്തിലെ ഇതര സമൂഹങ്ങളിൽ നിന്ന് അവരുടെ അയൽവാസികളിൽ നിന്നൊക്കെ ആയിട്ട് വായ്പ വാങ്ങി ആഭരണങ്ങൾ കൈവശപ്പെടുത്തിയിട്ട് അവര് ഇരുട്ടിന്റെ മറവിൽ രാത്രി ആരും അറിയാതെ അവിടുന്ന് കടന്നു കളയുകയാണ് ഉണ്ടായത് എന്നതാണ്. ബൈബിളിലെ വേറൊരു വിവരണം അനുസരിച്ച് മൂസ അലൈഹിസ്സലാം അങ്ങനെ ചെയ്യാൻ വേണ്ടി ബനൂ ഇസ്രായേൽ സമൂഹത്തിനെ പ്രേരിപ്പിച്ചു എന്നും പറയുന്നത് കാണാം. യഥാർത്ഥത്തില് ബൈബിൾ മനുഷ്യ രചനയാണ്. അതിന്റെ പല വാചകങ്ങളും മനുഷ്യര് പുനരാവിഷ്കരിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളിൽ ഒന്നാണിത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ഒരാളും തന്നെ വ്യാജം പറയുവാനോ അതുപോലെ കളവ് നടത്താനോ ചതി ചെയ്യാനോ ഒരിക്കലും തന്നെ പ്രേരിപ്പിക്കുകയില്ല, കൂട്ടാക്കുകയില്ല. അങ്ങനെയുള്ള അടിസ്ഥാന ദൂഷ്യങ്ങൾ ഉള്ള ആളുകളെ അള്ളാഹു പ്രവാചകന്മാരായി നിശ്ചയിക്കുകയുമില്ല. ഇത് ചില ഭാവനാവിലാസങ്ങളൊക്കെ ചേർത്ത് ബൈബിൾ പുനർരചന നടത്തിയ ഘട്ടത്തിൽ അതിൽ കയറിക്കൂടിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള സംഗതികളാണ്. പരമാവധി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ബനൂ ഇസ്രായേൽ സമൂഹം അവരുടെ കുടുംബാംഗങ്ങളുടെ കയ്യിലും വീടുകളിലൊക്കെ ആയിട്ടുണ്ടായിരുന്ന ആഭരണങ്ങൾ മുഴുവനും ശേഖരിച്ചുകൊണ്ട് അവരുടെ പലായന ഘട്ടത്തില് അവ ഭാണ്ഡങ്ങളാക്കിയിട്ട് അവരിൽപ്പെട്ട ആളുകൾ അത് ചുമന്നുകൊണ്ട് പോകാൻ നിർദ്ദേശിക്കപ്പെട്ടു എന്നതാണ്, അല്ലെങ്കിൽ ആ വിധത്തിൽ അവരത് കൈകാര്യം ചെയ്തു എന്നതാണ് പരമാവധി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം ഇത് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള, അവന്റെ ദൂതൻ വഴി കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലെ ഒരു പലായനമാണ്. അങ്ങനെ ഒരു പലായനത്തില് സമീപവാസികളെയും അയൽവാസികളെയൊക്കെ വഞ്ചിച്ച് സ്വർണവും വെള്ളിയും കൈക്കലാക്കി പോവുക, കടന്നു കളയുക എന്നതൊന്നും ഒരിക്കലും സംഭവ്യമായ, അല്ലെങ്കിൽ ഇസ്ലാം ഏതെങ്കിലും പ്രവാചകൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം ഒരിക്കലും ആവുകയില്ല. കാരണം അത്തരം സംഗതികളൊക്കെ തന്നെ വിഭാടനം ചെയ്യുന്ന, ചതിയും കളവും ഒക്കെ അവസാനിപ്പിക്കുന്ന ഒരു ദൗത്യത്തിലാണ് എല്ലാ പ്രവാചകന്മാരും ഉണ്ടായിരുന്നത്. ബൈബിളിലെ കൈകടത്തലുകളുടെ ഭാഗമായിട്ട് ഇത്തരം സംഗതികൾ കയറിക്കൂടിയത് ഖുർആൻ വ്യാഖ്യാനത്തിന് ഇത്തരം സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തിയ പഴയകാലത്തെ മുഫസ്സിറുകളും അതേപടി പകർത്തിവെച്ച സംഗതികളൊക്കെ കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അത് ബൈബിൾ സ്രോതസ്സുകളെ പ്രയോജനപ്പെടുത്തുന്നതിന് പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കാതെ വന്നതുകൊണ്ട് സംഭവിച്ച ഒരു പിഴവായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ഇവിടെ ബനൂ ഇസ്രായേൽ സമൂഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. ഖാലു, അവര് പറഞ്ഞത്, മാ അഖ്ലഫ്ന മൗഇദക ബിമൽകിന, മൂസേ നിന്നോടുള്ള ഞങ്ങളുടെ ഉടമ്പടിയും കരാറും അതിന്റെ വ്യവസ്ഥകളും ഒക്കെ
ഞങ്ങൾ സ്വമേധയാ അങ്ങ് ലംഘിച്ചു കളഞ്ഞതല്ല. ഞങ്ങൾ സ്വന്തം ഇച്ഛപ്രകാരം ലംഘിച്ച് കാറ്റിൽ പറത്തിയതല്ല. എന്നാൽ കാര്യം ഇങ്ങനെയാണ്. വലാഖിന്ന ഹുമ്മിൽന ഔസാറം മിൻ സീനത്തിൽ ഖൗം. ജനങ്ങളുടെ അലങ്കാരങ്ങളായ ആഭരണങ്ങൾ, ആ ആഭരണങ്ങൾ ബണ്ടങ്ങളാക്കി ഞങ്ങളെ വഹിപ്പിച്ചതായിരുന്നല്ലോ. ഞങ്ങൾ ആ ആഭരണങ്ങളുടെ ബണ്ടങ്ങളും പേറിയിട്ടാണല്ലോ ഈ ദീർഘമായ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്ന് സിനായ് മരുഭൂമിയിലൂടെ ഉള്ള തുടർ യാത്ര ഒക്കെ നടത്തുമ്പോഴും ഈ ഭാരമേറിയ ഭാണ്ഡങ്ങളും ചുമന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വന്നത്. അതൊരു വസ്തുതയാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഹുമ്മിൽന ഔസാറൻ മിൻ സീനത്തിൽ ഖൗം. നാട്ടുകാരെ അല്ലെങ്കിൽ ജനങ്ങളുടെ, ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ സീനത്ത് എന്ന് പറഞ്ഞാൽ അലങ്കാരം എന്നാണ്. അലങ്കാരം ആയിട്ട് അവര് ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് പിന്നീടുള്ള വിവരണത്തിൽ നിന്ന് കൂടുതൽ വ്യക്തത വരുന്നുണ്ട്. അപ്പോ സീനത്തുൽ ഖൗം ഞങ്ങള് വലിയ ഭാണ്ഡങ്ങളായിട്ട് വഹിക്കേണ്ടി വന്നതായിരുന്നല്ലോ. ഫഖദഫ്നാഹ, അവയൊക്കെ ഞങ്ങള് അങ്ങ് ഇട്ടേച്ച് കളഞ്ഞു. ഫകദാലിക അൽഖസ് സാമിരി, അതുപോലെ സാമിരിയും അയാളുടെ കയ്യിലുള്ളത് ഇട്ടേച്ച് കളയുകയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല, സാമിരിയും കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളുടെ ഭാണ്ഡം അങ്ങിട്ടു. ഞങ്ങളും ഇട്ടു, സാമിരിയും ഇട്ടു. അപ്പൊ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, മൂസ അലൈഹി ഇസ്ലാമിന്റെ അസാന്നിധ്യത്തില് അവര് ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്തൂടെ പോയ കാര്യവും അവിടെ വിഗ്രഹാരാധന കാണാനിടയായിട്ട് അതിൽ ആകൃഷ്ടരായി തങ്ങൾക്കും അങ്ങനെയുള്ള ഒരു ദൈവം വേണം എന്നൊക്കെയുള്ള ഒരു അഭിപ്രായവും ഒക്കെ ഉയർന്നു വന്ന ഒരു സാഹചര്യമാണത്. ആ ഘട്ടത്തിലാണ് മറ്റൊരു വിഷയം അവരുടെ ഇടയിൽ പൊങ്ങി വരുന്നത്. അത് അവര് കാതങ്ങളായി കിലോമീറ്ററുകളായി ചുമന്നുകൊണ്ട് വരുന്ന ഈ ഭാരമുള്ള ഭാണ്ഡങ്ങൾ അതെന്ത് ചെയ്യണം ഇനി എന്നതാണ് അവര് ആലോചിക്കേണ്ടി വന്ന വിഷയം. യാത്ര ദൈർഘ്യമുള്ളതായി മാറിയപ്പോ ആ ഭാരിച്ച ഭാണ്ഡങ്ങൾ പേറിക്കൊണ്ടുപോവുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ളതായിട്ട് അനുഭവപ്പെട്ടു. അപ്പൊ അവര് ഒരു കൂടിയാലോചന നടത്തിയിട്ട് തീരുമാനിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവരത് ഈ ഭാണ്ഡങ്ങളൊക്കെയും തന്നെ ഒരു തീ ഉണ്ടാക്കി അതിലിട്ട് ഉരുക്കിയിട്ട് ആ ഭാണ്ഡങ്ങളിലെ സ്വർണം അതുപോലെ വെള്ളികളൊക്കെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വലിയ കുന്തങ്ങളും അതുപോലെ ഇഷ്ടികകളുമാക്കി മാറ്റാമെന്നാണ് അവർ തീരുമാനിച്ചത്. വലിയ നീളമുള്ള വടികൾ അല്ലെങ്കിൽ ദണ്ടുകൾ, സ്വർണത്തിന്റെ ദണ്ട് വെള്ളിയുടെ ദണ്ടുകളൊക്കെ ആക്കി മാറ്റാം. അതുപോലെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ ഇഷ്ടികകളും ആക്കി മാറ്റാം. ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉരുക്കി, സ്വർണ്ണാഭരണങ്ങൾ ആ വിധത്തിൽ തന്നെ കൊണ്ടുപോകുമ്പോൾ അതിന് ശ്രദ്ധയും കരുതലൊക്കെ വേണ്ടിവരും. അത് ചുമലിലേറ്റി കൊണ്ടുപോകേണ്ട പ്രയാസം ഉണ്ടാവും. എന്നാൽ നമുക്ക് ഏതെങ്കിലും നിലക്ക് ഉപകരിക്കുന്ന ഒരു സംഗതിയായിട്ട് അതിനെ രൂപഭേദം വരുത്തിയാൽ നമുക്കത് കൊണ്ടുപോവുകയും ചെയ്യാം, ചില ഉപകാരങ്ങളൊക്കെ അതുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും അവരുടെ തീരുമാനം അത് ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഒരുക്കിയിട്ട് അത് കൊണ്ട് ഇഷ്ടിക കട്ടകൾ ഉണ്ടാക്കുക, അതുപോലെ വടികൾ, ചില ദണ്ടുകളൊക്കെ ഉണ്ടാക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് അവർ കണ്ട ഉപയോഗം, ഈ ദണ്ടുകൾ അവർക്ക് പല ആവശ്യത്തിനും കയ്യിൽ പിടിക്കാൻ വേണ്ടി വരും. എല്ലാവരും ഓരോ ദണ്ട് കയ്യിൽ പിടിക്കുന്നത് അവർക്ക് പല നിലക്കും ആവശ്യമുണ്ടാവും, പഴയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. ഇനി അതല്ലെങ്കിൽ ഈ ഇഷ്ടിക കട്ടകളും ദണ്ടുകളും ഒക്കെ ആക്കിയിട്ട് മാറ്റിയ സ്വർണ്ണാഭരണങ്ങൾ അത് അവരുടെ വാഹനപ്പുറത്ത്, ഒട്ടകത്തിന്റെയോ കഴുതയുടെയോ ഒക്കെ പുറത്ത് അടുക്കി വെച്ചാൽ അവർക്ക് സ്വതന്ത്രമായിട്ട് കൈവീശി നടക്കാൻ പറ്റും, ചുമട് എടുത്തുകൊണ്ട് നടക്കേണ്ടതില്ല എന്നൊരു കണക്കുകൂട്ടലും ആകാൻ സാധ്യതയുണ്ട്. എന്തായാലും അവരുടെ കൂടിയാലോചനയിൽ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉരുക്കി കളയാം എന്നതാണ് തീരുമാനമായി വന്നത്.
ഫഖദഫ്നാഹ, അങ്ങനെ ഞങ്ങൾ അത് എറിഞ്ഞു. അവർ തീയുണ്ടാക്കി എല്ലാവരും തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ആ തീയിലെറിഞ്ഞു. ഫകദാലിക അൽഖ സാമിരി, സാമിരിയും അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ ആ തീയിലെറിഞ്ഞു. അപ്പോ കൂടിയാലോചന ചെയ്ത് അവരെടുത്തൊരു തീരുമാനമായിരിക്കണം അത്. അത് നടപ്പിലാക്കുന്ന കാര്യം സാമിരി സ്വമേധയ ഏറ്റെടുത്ത് സ്വയം സന്നദ്ധനായിട്ട് ആളുകളുടെയൊക്കെ സ്വർണം കളക്ട് ചെയ്ത് ശേഖരിച്ച് അത് ഒരുക്കി ഈ പറഞ്ഞ വിധത്തില് കുന്തമോ ദണ്ഡ് രൂപത്തിലോ അല്ലെങ്കിൽ ഇഷ്ടിക രൂപത്തിലോ ഒക്കെ ആക്കിയിട്ട് അവരുടെ കൂടെ കൊണ്ടുപോകാം എന്നതായിരിക്കണം അവര് ആസൂത്രണം ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്ത് സാമിരിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. എന്നാൽ ഫഅഖ്റജ ലഹും ഇജ്ലൻ ജസദ, അപ്പൊ ഇവർ ഇത് പറഞ്ഞു കഴിഞ്ഞതോടുകൂടി യഥാർത്ഥത്തില് വലാകിന്ന ഹുമ്മിൽന ഔസാറം മിൻ സീനത്തിൽ ഖൗം ഫഖദഫ്നാഹ ഫകദാലിക അൽഖ സാമിരി എന്ന് പറഞ്ഞതോടുകൂടി ഈ ബനു ഇസ്രായേൽ സമൂഹം നൽകിയ മറുപടി അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം അതിന്റെ ബാക്കി വിവരണം അള്ളാഹു നൽകുന്ന വിധത്തിലാണ് പിന്നെ അടുത്ത ആയത്തില് അതിന്റെ വാചകത്തിന്റെ സ്പീക്കർ അള്ളാഹു എന്നുള്ള നിലക്കാണ് കാണാൻ സാധിക്കുക. ഫഅഖ്റജ ലഹും ഇജ്ല, അതിനെ തുടർന്ന് അവൻ സാമിരി അവർക്കായിട്ട് ഒരു ഇജ്ലിന്റെ, ഒരു പശുക്കുട്ടിയുടെ അല്ലെങ്കിൽ കാളക്കുട്ടിയുടെ ഒരു രൂപം. ഈ ഇജ്ൽ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ എന്ന പോലെ രണ്ട് തരത്തിൽപ്പെട്ട, അത് കാളക്കുട്ടിയായാലും പശുക്കുട്ടിയായാലും ആണായാലും പെണ്ണായാലും രണ്ടിനും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അങ്ങനെ ഫഅഖ്റജ ലഹും ഇജ്ലൻ ജസദ, ഒരു പശുക്കുട്ടിയുടെ ശരീരം അയാള് ഈ ആഭരണങ്ങൾ ഒരുക്കിയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അവർ തീരുമാനിച്ചിരുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിധത്തില് അവർക്കത് കൊണ്ടുപോകാൻ എളുപ്പമാകുന്ന രൂപത്തില് ഇഷ്ടികയായിട്ടോ അല്ലെങ്കിൽ ദണ്ഡ് രൂപത്തിലോ ഒക്കെ ആയിട്ട് അത് ഒരുക്കി മാറ്റിയിട്ട് അങ്ങനെ കൊണ്ടുപോകാം എന്നായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത് എന്നാണ് ചില സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ ഇതിന് നേതൃത്വം കൊടുത്ത സാമിരി പക്ഷെ ഈ സ്വർണം തീയിൽ ഉരുക്കിയെടുത്ത ഘട്ടത്തില് അയാൾ അതുകൊണ്ട് പശുവിന്റെ രൂപമുള്ള, പശുവിന്റെ ശരീരഘടനയുള്ള ഒരു സാധനമാണ്, ഒരു പ്രതിമ പോലെ ഉള്ള ഒരു സാധനമാണ് ഉണ്ടാക്കിയത്. ലഹു ഹുവാറു, അതിനിങ്ങനെ പശു ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം ഉണ്ടാക്കാൻ, അതിന് മലയാളത്തിൽ മൂക്രയിടുക എന്നൊക്കെയാണ് പറയാറുള്ളത്. ഇംഗ്ലീഷിൽ ലോയിങ് എന്ന് പറയും, LOWING. ഒരു ലോയിങ് സൗണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന, മൂക്രയിടാൻ കഴിയുന്ന ഒരു പ്രത്യേകത ആ പശുക്കുട്ടിക്ക് അല്ലെങ്കിൽ കാളക്കുട്ടിക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ ദിവസം അത് വിശദമാക്കിയതാണ്. ഏത് ടോയ്സ് ഉണ്ടാക്കുന്നപ്പോൾ നമ്മൾ ഒരുപാട് വൈവിധ്യമുള്ള ടോയ്സിന്റെ ധാരാളം ശേഖരങ്ങള് മിക്കവാറും എല്ലാ പട്ടണങ്ങളിലും, പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് വന്ന ചൈന ടൗൺ എന്നൊക്കെ പറയാവുന്ന പട്ടണ മേഖലകളിൽ ധാരാളം കാണാൻ കഴിയും. അതില് വ്യത്യസ്ത തരം മൃഗങ്ങളും അത് ആവശ്യമുള്ള വിധത്തിലുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള രൂപങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് വോയിസ് മോഡുലേഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ എയർ പാസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമുള്ള ഒരു നിർമ്മാണം മാത്രമേ ഉള്ളൂ. അതിന്റെ വേറെ പല രൂപങ്ങളും നമ്മൾ അല്ലെങ്കിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്നതാണ്. വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന പല സംഗതികളുടെയും ആ മെലിഞ്ഞ ഇടുക്കുള്ള ആ കുഴല് പോലെയുള്ള ഭാഗങ്ങളിലൂടെയൊക്കെ എയർ പാസ് ചെയ്താൽ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാവും, വിസില് പോലെയുള്ള ശബ്ദം ഉണ്ടാവും, അതുപോലെയുള്ള ശബ്ദമൊക്കെ ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അത് ക്രമീകരിച്ചുകൊണ്ട് ഈ പശു മൂക്ര ഇടുന്ന പോലെയുള്ള ഒരു ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു നിർമ്മാണമാണ് സാമിരി ഈ ഉരുക്കിയ സ്വർണവും
സ്വർണം കൊണ്ട് അവർക്ക് നിർമ്മിച്ചു കൊടുത്തു. എന്നിട്ട് ചില സ്രോതസ്സുകളിൽ ബൈബിളിന്റെ ഒക്കെ വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, സാമിരി അവരോട് പറഞ്ഞു, നിങ്ങൾക്കറിയാലോ, സ്വർണം ഉരുക്കാൻ തന്നെ മര്യാദക്ക് അറിയാത്ത ഒരാളാണ് ഞാൻ. ഇത് ഞാനുണ്ടാക്കിയതല്ല. യഥാർത്ഥത്തിൽ അത് ദൈവം സ്വയം ഉണ്ടായതാണ്. നിങ്ങൾക്കായിട്ട് സ്വയം രൂപമെടുത്തതാണ്. അതുകൊണ്ടാണ് അതിപ്പോ ഒരു പശുവിന്റെ രൂപമായത്, അതൊരു ശബ്ദമുണ്ടാക്കുന്നത് എന്നൊക്കെയാണ് സാമിരി അവരോട് പറയുന്നത്. അപ്പൊ ഒരു രൂപമുണ്ടാക്കിയിട്ട് അത് ദൈവം സ്വയം അങ്ങനെ രൂപമെടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാമിരി അവരോട് സംസാരിക്കുന്നത്. അതവർക്ക് എളുപ്പത്തിൽ ശരിയാണെന്ന് തോന്നാൻ കാരണമാകുന്ന വിധത്തിലൊരു പ്രത്യേകത ആ പശുക്കുട്ടിക്ക് ഉണ്ട് താൻ. അതാണ് അതിന്റെ ഫുവാർ. ആലോചിക്കേണ്ട ഒരു കാര്യം, മൂഢന്മാരായിട്ട് നിലക്കൊള്ളുകയല്ല ദീന് ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം. ഒരു പുരോഹിതൻ രംഗത്ത് വന്നിട്ട് എന്തെങ്കിലും മുടിയോ ചെരിപ്പോ അതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് അവരെ വഞ്ചിതരാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത്തരം സംഗതികളിൽ മൂഢന്മാരായിക്കൊണ്ട് ചെന്ന് വീഴേണ്ടവരല്ല സത്യവിശ്വാസികൾ. കണ്ണും കാതും പ്രയോജനപ്പെടുത്തി കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ച് ആലോചനയുള്ളവരായിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ എന്നത് തുടർന്നുള്ള വാക്കുകളും നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചം അനിവാര്യമായും ഒരു സൃഷ്ടാവ് ഉണ്ടായിരിക്കുക എന്നത് നമുക്ക് വളരെ അനിവാര്യതയായി ബോധ്യപ്പെടുന്നത് കൊണ്ടാണ്. അത്രയും ഗംഭീരമായ ആസൂത്രണമാണ് ഈ പ്രപഞ്ചത്തിന്റെ പുറകിലുള്ളത്. ഓരോ പ്രതിഭാസവും വിലയിരുത്തിയാൽ ഒരു അതിവിദഗ്ധനായ ഒരു സൃഷ്ടാവ് ഇതിന്റെ പുറകിലുണ്ട് എന്നത് നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെയുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏകനായ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായി നിലകൊള്ളുന്നത്. എന്തെങ്കിലും ഒരു പി ഒച്ചയുണ്ടാക്കി, ഒരു മോക്ര ഇടുന്ന ഒച്ചയുണ്ടാക്കി അത് ദൈവമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ പുറകെ പോകുന്ന മടയന്മാരാകാൻ പാടില്ല. പ്രപഞ്ചനാഥനെ ഉൾക്കൊണ്ടുകൊണ്ട് സത്യവിശ്വാസം സ്വീകരിച്ച ആളുകൾ. അപ്പൊ ഇവിടെ ഇവരുടെ കാര്യം, ബനു ഇസ്രായേലിന്റെ കാര്യം, സാമിരി അവർക്കൊരു സ്വർണം കൊണ്ടുള്ള പശുക്കുട്ടിയെ അല്ലെങ്കിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു. അത് ഒരു പ്രത്യേക വിധത്തിൽ ഒച്ച ഉണ്ടാക്കാനും പറ്റുന്ന കഴിവുള്ളതായിരുന്നു. ഫഖാലു, എന്നിട്ട് അവര് പരസ്പരം പറയുന്നത് ഇങ്ങനെയാണ്, ഹാദാ ഇലാഹുക്കും വ ഇലാഹു മൂസ. നോക്കൂ, ഇതാണ് നിങ്ങളുടെ ദൈവം, മൂസായുടെ ദൈവവും ഇത് തന്നെയാണ്. ഫനസിയ, മൂസ മറന്നുപോയതാണ്, മൂസാക്ക് ഈ കാര്യം മറന്നുപോയതാണ് എന്നാണ് അവര് പരസ്പരം പറയുന്നത്. പിന്നെ അപ്പൊ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്ത് അതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് കാണുന്നതോടുകൂടി ബുദ്ധിയും വിവേകവും കേൾവിയും കാഴ്ചയും അതുപോലെ മസ്തിഷ്കവും ഒന്നും പ്രയോജനപ്പെടുത്താത്ത മഹാമടയന്മാരായിട്ട് അതിൽ ചെന്ന് വീഴുകയാണ്. എന്നിട്ട് പിന്നെ പറയുകയാണ്, ഇതാണ് കൂട്ടരെ നിങ്ങളുടെ ഇലാഹ്. നമ്മൾ വരുന്ന വഴിക്ക് ക്ഷേത്രത്തില് ഒരു ജനത അവരുടെ വിഗ്രഹത്തെ പൂജിക്കുന്ന കണ്ടിട്ടില്ലേ? നമുക്കും അങ്ങനെയൊക്കെ ഒരു വിഗ്രഹം പൂജിക്കാൻ വേണ്ടതല്ലേ? ഇതാ ഇപ്പോ സ്വയം ഉണ്ടായി വന്നിരിക്കുന്ന ഒരു വിഗ്രഹം, ദൈവം സ്വയം രൂപപ്പെട്ടു വന്നതാണത്. നിങ്ങൾക്കറിയാലോ, സാമിരി ഒരു മൺകട്ട ഉരുട്ടി ഉണ്ടാക്കാൻ പോലും കഴിയാത്ത ഒരാളാണ്. അല്ലെങ്കിൽ തീ ഉണ്ടാക്കി സ്വർണം ഉരുക്കാൻ പോലും അവന് കഴിയില്ല. എന്നിട്ട് ഇപ്പോ അവനാണ് ഈ പശുക്കിടാവിനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ദൈവം സ്വയം രൂപമെടുത്തതാണ് എന്നാണ് അവര് പറയുകയുണ്ടായത് എന്ന് സാമിരി പറഞ്ഞത് അതാണ്. അതിനെ തുടർന്ന് അവര് പറയുന്നത്, ഹാദാ ഇലാഹുക്കും വ ഇലാഹു മൂസ, ഇതാണ് നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ആരാധ്യൻ, മൂസായുടെയും ആരാധ്യൻ ഇത് തന്നെയാണ്. ഫനസിയ, പക്ഷെ മൂസ ഇത് മറന്നുപോയതാണ്. ഇതാണ് അവര് പരസ്പരം പറയേണ്ടത്. അഫലാ യറൗന അല്ലാ യർജിഉ ഇലൈഹിം ഖൗല. എന്നിട്ട് അള്ളാഹു പിന്നീട് ചോദിക്കുകയാണ്, അഫലാ യറൗന, അവർക്ക് എന്തേ കാണാൻ പറ്റിയില്ലേ?
അവർക്കെന്തേ മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അല്ലാ യർജിഉ ഇലൈഹിം ഖൗല, ഒരു വാക്കുപോലും ഒരു വർത്തമാനം പോലും അവരോട് മറുപടിയായിട്ട് പറയാൻ കഴിയാത്തതാണ് ഈ രൂപം എന്നുള്ള കാര്യം. ഇപ്പൊ പശുവിന്റെ രൂപം ഉണ്ടാക്കി അവര് ദൈവമാണ് എന്ന് പരസ്പരം പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ രൂപം ഉണ്ടല്ലോ, അതിനോട് വല്ലതും ചോദിച്ചാൽ ഒരു വാക്ക് ഉത്തരം പറയാൻ കഴിയും? എന്തെങ്കിലും മറുപടി നൽകൂ? അവരെന്തേ ഇത് മനസ്സിലാക്കാൻ കഴിയാത്തവരായി പോയോ? അഫല യറൗന, അവർക്ക് കാണാൻ പറ്റുന്നില്ലേ? മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? അല്ലാ യർജിഉ ഇലൈഹിം ഖൗല, അത് അവരിലേക്ക് മറുപടിയായിട്ട് ഒരു വാക്കുപോലും ഒരു വർത്തമാനം പോലും പറയാൻ കഴിയുന്നതായിരുന്നില്ല എന്ന കാര്യം. വലാ യംലികു ലഹും ലർറൻ വലാ നഫഅ, അവർക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്യാനോ അവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ പോലും കഴിയുന്നതല്ല ഈ വിഗ്രഹം അല്ലെങ്കിൽ അവരിപ്പോ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിമ എന്നതാണ് വസ്തുത. ഇത് അവർക്ക് എന്തേ അറിയാനും മനസ്സിലാക്കാനും പറ്റാതെ പോയി എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അന്ധമായി ബുദ്ധിശൂന്യമായി മടയന്മാരായിക്കൊണ്ട് അടിസ്ഥാനരഹിതമായ യുക്തിരഹിതമായ വിധത്തില് വിശ്വാസത്തിന്റെ പാതയിൽ വരാൻ അള്ളാഹു ഖുർആനിൽ എവിടെയും പറയുന്നില്ല. ഏത് പുരോഹിതൻ രംഗത്ത് വന്നുകൊണ്ടും അടിസ്ഥാനരഹിതമായ യുക്തിരഹിതമായ കാര്യങ്ങളെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അയാൾ വ്യാജനാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് ഖുർആനാണ്. കാരണം ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ ഭൂമുഖത്തേക്ക് മനുഷ്യരുടെ ഇടയിലേക്ക് പ്രബോധന ദൗത്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിച്ചയച്ചിട്ടും മനുഷ്യന് ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റാത്ത കാര്യങ്ങളല്ല ആ വിശ്വാസത്തിനുള്ള അടിത്തറയായിട്ട് അള്ളാഹു പഠിപ്പിക്കുകയുണ്ടായിട്ടുള്ളത്. ബുദ്ധിരഹിതമായ വിധത്തില് ബുദ്ധിശൂന്യമായ വിധത്തില് കാഴ്ചയില്ലാത്തവരും കേൾവിയില്ലാത്തവരും ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഒരു സംഗതിയെ ബുദ്ധിരഹിതമായ വിധത്തില് അങ്ങ് പിൻപറ്റുകയല്ല ആ ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഇസ്ലാം ആവശ്യപ്പെടുന്ന കാര്യം. മറിച്ച് കാഴ്ചയുള്ളവരും കേൾവിയുള്ളവരുമായിക്കൊണ്ട് ആലോചനയുള്ളവരായിക്കൊണ്ട് കാര്യങ്ങളെ കൃത്യമായി യുക്തിഭദ്രമായ വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസ മാർഗത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഇസ്ലാം വിശുദ്ധ ഖുർആൻ ഉടനീളം മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ ഈ സാമിരി ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു വമ്പൻ ചതിയാണ് എന്ന കാര്യം പക്ഷേ ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ ആ ഘട്ടത്തിലെ അവസ്ഥയിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്ത് അടിസ്ഥാനരഹിതമായ അന്ധവിശ്വാസ ജഡിലമായ കാര്യവും അവതരിപ്പിച്ചാലും അവരുടെ മുന്നിൽ അത് വിലപ്പോകും എന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നതാണ് വസ്തുത. സാമരി ആ ഒരു സാഹചര്യത്തെ പ്രയോജനപ്പെടുത്തി അവരെ വഞ്ചിതരാക്കി വഞ്ചനയിൽ അകപ്പെടുത്തി അവരെ ഈ മൂക്കറയിടുന്ന പശുക്കിടാവിന്റെ രൂപം ആണ് തങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അത് വിശ്വസിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അവർ ഭൂരിഭാഗം പേരും സന്നദ്ധരാവുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചിട്ടുള്ള കാര്യം. ഈ കാര്യം ഇവിടെ വിവരിക്കുന്നത് തുടക്കത്തില് ബനു ഇസ്രായേൽ സമൂഹത്തിലെ ആളുകൾ പറയുന്ന വിധത്തിലാണെങ്കിൽ അതിന്റെ അവസാന ഭാഗം അതിന്റെ വിവരണം പൂർത്തീകരിക്കുന്നത് അള്ളാഹു നിർവഹിക്കുന്ന വിധത്തിലാണ് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിൽ പലയിടത്തും സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ശൈലിയാണിത്. ഒരു സംഭാഷണത്തിന്റെ ഭാഗമായിട്ട് ആ കാലഘട്ടത്തിലെ ചില ആളുകൾ സംസാരിക്കുന്നു, അതിന്റെ തുടർച്ചയായിട്ട് ആശയപരമായി അതിനോട് ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങൾ അള്ളാഹു പറയുന്ന വിധത്തിൽ അതിനോട് ആഡ് ചെയ്യുകയും ചെയ്യുന്നു എന്നത്. ഇത് ശൈലീപരമായിട്ടുള്ള വിശുദ്ധ ഖുർആന്റെ യുണീക്ക്നെസ് ആയിട്ട് എടുത്തു പറയാവുന്ന വ്യതിരിക്തതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.